ഞാനൊരു ഫോട്ടോ ഇടട്ടെ സ്റ്റാറ്റസിൽ. അപ്പോൾ ഒരു ചിന്ത, ആളുകൾ എന്ത് വിചാരിക്കും? ഇനി നമ്മളിപ്പോ ഏടെങ്കിലും ഒന്ന് യാത്ര പോവാന്ന് വിചാരിച്ചാൽ അവിടെ നിന്നൊരു ഡാൻസ് ചെയ്തൊരു വീഡിയോ അതൊന്ന് ഇൻസ്റ്റയിൽ ഇടണം. അപ്പോൾ വിചാരിക്കും ആളുകൾ എന്താ വിചാരിക്കുക? ഈ വിചാരിച്ച് ആളുകൾ വിചാരിച്ച് നമ്മൾ ജീവിക്കലുണ്ടാവൂല. മച്ചാൻ പറയാൻ പറഞ്ഞു വരുന്നതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ? വിഷയം ഇതാണ്, എന്ത് വിചാരിക്കും? ഈ വിചാരിക്കുന്ന ആൾക്കാരോട് ചോദിക്കണം, നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഓരോട് ചോദിക്കണം, എന്തെങ്കിലും വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാല്, ഈ മറ്റുള്ള ആൾക്കാർ എന്തെങ്കിലും വിചാരിക്കും എന്ന് വിചാരിച്ചാൽ നമ്മക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂല. അപ്പൊ ജീവിക്കണമെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിച്ചോട്ടെ, നമ്മൾ നമ്മളായിട്ട് ജീവിക്കണം, എന്നാലേ ജീവിതത്തിന്റെ അർത്ഥമുള്ളൂ. അല്ലാണ്ട് ആളുകൾ എന്ത് വിചാരിക്കും? ഇപ്പൊ ഒരു നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ചില ആൾ അങ്ങനെ പോലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ഭക്ഷണം അത് എന്താവാ പറഞ്ഞൂടാ. എന്തിലും ഇപ്പൊ ഒരു നല്ലൊരു വസ്ത്രം ധരിക്കുക, ഒരു ഒരു മോഡേൺ ഡ്രസ്സ് ധരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് ഗ്ലാസ് വെക്കുമ്പോൾ, നമ്മളൊരു പിന്നെ കോസ്റ്റ്യൂമിലായിക്കോട്ടെ, നമ്മളത് ഈ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഒരു ബേജാറാ, ഈ മറ്റുള്ളവരെന്ത് വിചാരിക്കും? എന്തിനാണ് നമ്മൾ നോക്കേണ്ട ആവശ്യം? മറ്റുള്ളവർ വിചാരിക്കുന്ന അവരെ ചിന്ത കൊണ്ടാ, നമുക്ക് അതിനെ കൊണ്ട് പ്രശ്നം എന്തുണ്ടോ? ഒന്നുമില്ല, അത് അവരെ ചിന്ത. നമ്മളെ ശ്രദ്ധിക്കേണ്ട, നമുക്ക് നമ്മുടെ ജീവിതം ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട മച്ചാന്മാരെ, മറ്റുള്ള അതും ഇതൊക്കെ ചിന്തിക്കും. നിങ്ങളിപ്പോ ഒരു കല്യാണ പാർട്ടി പോലെ അവിടെ ഡാൻസ് ചെയ്യണം, ഡാൻസ് ചെയ്തു. നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒരുപാട് ഡാൻസ് ചെയ്തു. നിങ്ങൾക്ക് പാട്ട് പാടണം, പാട്ട് പാടിക്കോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണം, ധരിച്ചോ. ഈ ആളുകൾ വിചാരിക്കും നമ്മൾ നോക്കേണ്ടത് അവരെ ചിന്ത. ആളുകൾ എപ്പോ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോ ഇവർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയാൽ, മരിക്കാൻ നേരത്ത് മരിക്കുന്ന സമയത്ത് നമ്മൾ പറയും ആളുകൾ എന്ത് വിചാരിക്കും. എങ്ങനെ മരിക്കണം? മരണത്തിൽ പോലും ആളുകൾ എന്ത് വിചാരിക്കും? എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കണ്ടേ? അവസാനം ഇങ്ങനെ ആളുകൾ ചിന്തിക്കും എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആൾക്കാർ മരിക്കുന്ന സമയത്ത് പോലും ആളുകൾ എന്ത് വിചാരിക്കും ഞാൻ മരിക്കുമ്പോൾ എന്ന് ചിന്തിക്കും. അതിൽ പോലും ചിന്തിക്കും. എന്തിനാണ് ചിന്തിക്കേണ്ട ആവശ്യം? അതിനൊന്നും ആവശ്യമില്ലല്ലേ. മച്ചാൻ പറ, ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. അതിന് രണ്ടാം ജന്മം മൂന്നാം ജന്മം ഒന്നുമില്ല. അതൊക്കെ ഓരോരുത്തരെ എന്താ പറയാ, നമ്മൾ പിന്നെ ഒരു ചില മിത്തുകൾ, അത്രയേ ഉള്ളൂ. അതൊന്നുമില്ല. ജന്മം ഒന്നേ ഉള്ളൂ. അത് അടിച്ച് പൊളിച്ച് തിമിർത്ത് തകർത്ത് ജീവിക്കുക. മറ്റുള്ളവരെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ വിചാരിക്കും എന്ന് ചിന്തിച്ചാൽ നിങ്ങളൊരു കാര്യവും നടക്കൂല. നിങ്ങൾ വട്ടപൂജ്യം. അതുകൊണ്ട് ഓർമ്മയിലിരിക്കട്ടെ, ജീവിക്കുന്നുണ്ട് അതിന്റെ എല്ലാ ഇഷ്ടത്തോടെയും ആവേശത്തോടെയും ആഘോഷത്തോടെയും ജീവിക്കുക. കാരണം നമ്മളെ ജീവിതം നമ്മളാ ജീവിക്കേണ്ടത്. മറ്റുള്ളവരുടെ കണ്ണിലൂടെ കാണുന്നത് അവരാണ്. അവരെ കണ്ണിലൂടെ കാണുന്ന പോലെ നമ്മൾ ജീവിക്കുന്നത് നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്, നമ്മൾ ആ കാഴ്ചപ്പാടിൽ ജീവിക്കുക. മറ്റുള്ളവരുടെ ശരി നമ്മുടെ ശരിയല്ല, നമ്മുടെ ശരി നമ്മുടെ ശരിയാണ്. ഇത് അതാണ്. അപ്പോ ജീവിതം മനോഹരമായിട്ട് വിചാരിക്കുന്നവർ വിചാരിക്കട്ടെ. നിങ്ങളെ വിചാരം ഒറ്റതായിരിക്കണം, ജീവിതം എന്റേതാണ്, ഞാൻ മനോഹരാക്കി തന്നെ ഇരിക്കും, മരണം വരെ ഞാൻ ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് എന്നെ ജീവിക്കും എന്ന ചിന്തയോടെ മുന്നോട്ട് പോവുക. മറക്കണ്ട, ജീവിതം നിങ്ങളുടേതാണ്, മറ്റുള്ളവരുടേതല്ല. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ മക്കളെ.